ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സഹോദരന്മാരെ, നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് മലക്കുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. മലക്കുകൾക്കുള്ള ഓരോ ഗുണങ്ങൾ അതായിരുന്നു നാം ഇന്നലെ പറഞ്ഞു വന്നത്. ബഹുമാനപ്പെട്ട അഹമ്മദുൽ അൽ മർസൂഖി അവർകൾ തൻ്റെ കിതാബിൽ പറഞ്ഞ ബെയ്ത്ത് ഞാനിവിടെ പേശ് ചെയ്തിരിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ വിഷയം അതാണ്. ബിസ്മില്ലാ വൽ മാലകുല്ലദീ ബിലാ ആബിൻ വഉം لا أكل لا شرب ولا نوم لهم. تفصيل عشر منهم جبريل ميكال إسرافيل أزرائيل منكر نكير ورقيب وكذا ആതീദു മാലിക്കും വരിൾവാനുഹ്തദാ. ഞാൻ ഓരോ ഭാഗമായിട്ട് ഇതൊക്കെ നിങ്ങൾ സുഹൃത്തുക്കളെ ദിവസം നമ്മൾ ഒരു ബെയ്ത്ത് അല്ലെങ്കിൽ അര ബെയ്ത്ത് അല്ലെങ്കിൽ 2 ബെയ്ത്തൊക്കെയാണ് എടുക്കുക. അത് നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഏത് മേഖലയിൽ ചെന്നാലും നമുക്കിതൊക്കെ പറയാനും പഠിപ്പിക്കാനൊക്കെ സാധിക്കും. എൻ്റെ മുമ്പ് എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിൻ്റെ ഒരു സുഹൃത്ത് ദർസിൽ ഉസ്താദിൻ്റെ കൂടെ ഓതിയ ഒരാളാണ്. അയാൾ പിന്നീട് അയാളുടെ മേഖലയെല്ലാം മാറി അയാൾ ഒരു ബസ് ഡ്രൈവറായിട്ടാണ് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അയാളുടെ സാഹചര്യം അങ്ങനെയായിരുന്നു. പക്ഷേ അന്ന് ദർസിൽ നിന്ന് ഓതി പഠിച്ച കിതാബുകളും ബെയ്ത്തുകളും എല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ലോണം കാണാപ്പാടെ അറിയുമായിരുന്നു. വയനാട് ചുരം വഴി പോകുന്ന ബസ്സിലായിരുന്നു. ചുരം വളയുമ്പോഴും തിരിയുമ്പോഴൊക്കെ അദ്ദേഹം അൽഫിയൻ്റെ ബെയ്ത്ത് ചൊല്ലിക്കൊണ്ടായിരുന്നു പോയിരുന്നത് എന്ന് ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്നുള്ളത് അതിനൊരു സമയവും പരിധിയൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് പഠിക്കുകയും ചെയ്യാം, അത് പാടുകയും മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് മാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉള്ളൊരു വിഷയമല്ല. ഇന്നൊക്കെ നമുക്ക് നിർബന്ധമായ കാര്യങ്ങളാണ്, അഖീദയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും കാണാതെ പഠിക്കാൻ ശ്രമിക്കണമെന്ന് അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞെന്താ, മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസമാണല്ലോ. നമ്മൾ ആയത്തുൽ കുർസി ഓതി നോക്കിയാൽ എന്താ, ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി. ഇതാ നമ്മൾ പറയുന്നത്. എല്ലാവരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. മലായിക്കത്തി, അള്ളാഹുവിന് മലക്കുകളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹുവിന് മലക്കുകൾ എന്ന് പറയുന്ന ഒരു സൃഷ്ടികളുണ്ട് എന്നും അള്ളാഹുവിൻ്റെ പെൺമക്കളോ അല്ല എന്നുള്ളതും അവർക്ക് തീറ്റയോ കുടിയോ ഭക്ഷണമോ ഉറക്കോ സന്താനോൽപാദനമോ സുഖഭോഗങ്ങളോ ഒന്നും തന്നെ അവർക്ക് ബാധിക്കുകയില്ല എന്നുള്ളതായ വിശ്വാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിലേ നമ്മുടെ ആ വിശ്വാസം ശരിയാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞ വൽ മലക്കുല്ലതി, മലക്ക് എന്ന് പറഞ്ഞാൽ അല്ലതി ഒരു വിഭാഗമാണ്. ബിലാ അബിൻ വ ഉമ്മിൻ, അവർക്ക് മാതാവില്ല പിതാവില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞ നമ്മൾ ബാജുരിയും സുഹൈമി റഹിമഹുമുള്ള അവരൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് മലക്കിനെ കുറിച്ച് ഒരാൾ ആണാണെന്ന് കരുതിയാൽ, ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്നാണ് മറ്റൊരു നമ്മുടെ ഒരു സുഹൃത്ത് അതൊരു സംശയം ഉന്നയിക്കുകയുണ്ടായി ഇന്നലെ ക്ലാസ് കഴിഞ്ഞപ്പോൾ.
അള്ളാഹുവിൻ്റെ മലക്കുകളെ കുറിച്ച് കൊണ്ട് ആൺമക്കളാണെന്ന് വിശ്വസിച്ചവൻ്റെ വിധി എന്താ നമ്മൾ ഇന്നലെ പറഞ്ഞത്? മലക്കുകളെ കുറിച്ച് ആൺമക്കളാണ്, അള്ളാഹുവിൻ്റെ എന്നെല്ലാം പറഞ്ഞത് ആൺമക്കളാണെന്ന് അവരെ സംബന്ധിച്ചുകൊണ്ട് അവർ ആണുങ്ങളാണ്, അങ്ങനെ ഉണ്ടല്ലോ, ആണുങ്ങളാണെന്ന് അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് കരുതിയാൽ, അത് ആണാണെന്ന് കരുതിയാലും പെണ്ണാണെന്ന് കരുതിയാലും ഒക്കെ ഇസ്ലാമെന്ന് പുറത്തു പോകട്ടോ, നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് പറയുകയാണ്. അള്ളാഹുവിൻ്റെ മക്കളാണ് എന്ന് മാത്രം വിശ്വസിച്ചു, ആണാണെന്നും പെണ്ണാണെന്നും വിശ്വസിച്ചില്ലെങ്കിൽ തന്നെയും അതെന്താണ്, ഇസ്ലാമെന്ന് പുറത്തു പോകും. നേരെ മറിച്ചുകൊണ്ട് പിന്നെ മലക്കുകളെ കുറിച്ച് അവർ ആണാണെന്ന് വിശ്വസിച്ച ഒരാൾ, എന്നാൽ അവൻ മുബ്തദിയും ഫാസിക്കുമാവും കാഫറാണോ എന്നുള്ളതിൽ എന്തുണ്ട്, രണ്ടഭിപ്രായം ഉണ്ട് എന്നല്ല പറഞ്ഞതാ. പെണ്ണാണെന്ന് വിശ്വസിച്ചാലോ അത് കുറച്ചും കൂടി, ആണെന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എന്താണ്, ഒരു തരം താഴ്ത്തലുണ്ട് അതിൽ. അതിൻ്റെ പേരിൽ അങ്ങനെ പെണ്ണാണ് എന്ന് വിശ്വസിച്ചാൽ കാഫറാണ് എന്നുള്ളത് ഇജ്മാ ആണ് എന്നും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മക്കളാണെന്ന് കരുതിയാൽ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകും. അതല്ലാതെ പിശാചുക്കളിലുണ്ടല്ലോ, പിശാചുക്കളിൽ ആണ് പെണ്ണുമില്ലേ, അതൊക്കെ ഇപ്പോൾ അള്ളാഹിൻ്റെ കുട്ടികൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. പിശാചുക്കളിൽ പിന്നെ ഇബ്ലീസിന് സന്താനങ്ങളുണ്ട്. അത് തഖ്ദൂനഹു വദുരിയത്തുഹു ഔലിയാ മിൻ ദൂനി എന്ന് പറഞ്ഞില്ലേ, പിശാചിനെയും അവൻ്റെ സന്താനങ്ങളെയും അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ കാര്യകർത്താക്കളാക്കുകയാണോ സഹായികളാക്കുകയാണോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവിൽ നമ്മൾ അവരെക്കുറിച്ച് ആണാണെന്നോ പെണ്ണാണെന്നോ ഒന്നും വിശ്വസിക്കാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചാൽ എന്താണ്, അവർക്ക് എന്തില്ല, ഭക്ഷണത്തിൻ്റെ ലാ അക്കില ലാ ഷുറുബ വലാ നൗമാലഹും, അവർക്ക് തീറ്റിയോ കുടിയോ ഉറക്കമോ ഇല്ല, അതതിൻ്റെ അർത്ഥം. ലാ അക്കില ലാ ഷുറുബ, തീറ്റിയില്ല കുടിയുമില്ല, ലാ നൗമ ഉറക്കവുമില്ല, ഇതാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അവിടെയല്ല നമ്മൾ നിർത്തിയത് അല്ലേ, അവിടെയല്ല നമ്മൾ നിർത്തിയത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് മലക്കുകൾ വന്നപ്പോൾ വന്ന ആളുകൾ മലക്കുകളാണെന്ന് അറിയാതെ മഹാനവറുകൾ എന്ത് ചെയ്തു? മഹാനവറുകൾ അവർക്ക് അവരെ സൽക്കരിച്ചു, നല്ല മാംസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് പശുവിൻ്റെ മാംസം വേവിച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കിക്കൊണ്ട് അവർക്ക് മുമ്പിൽ കൊണ്ടുവച്ചു കൊടുത്തപ്പോൾ അവർ എന്ത് ചെയ്യുന്നില്ല, കൈ നീട്ടാത്തത് കണ്ടുകൊണ്ട് അദ്ദേഹം ഭയപ്പെട്ടു എന്നാ ഖുർആനാ പറയുന്നത്. എന്താ, ഹൽ അതാക ഹദീസു വൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമൻ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ. റസൂലിനോട് അള്ളാഹു ചോദിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ മാന്യന്മാരായ അതിഥികളെ കുറിച്ചുള്ള വൃത്താന്തം വാർത്ത താങ്കൾക്ക് എത്തിയിട്ടല്ലോ പ്രവാചകരെ. അവര് കടന്നു ചെന്ന് സലാം പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ സലാം മടക്കി. ഖൗമുൻ മുൻകറൂൻ, പ്രഥമ ദൃഷ്ട്യാ തന്നെ മഹാനവറുകൾക്ക് എന്ത് തോന്നി, അതിന് അപരിചിതരായിരിക്കുന്ന ആളുകളാണെന്ന് തോന്നി. പെട്ടെന്ന് എന്ത് ചെയ്തു, പെട്ടെന്ന് മഹാനവറുകൾ അങ്ങനെ തൻ്റെ അഹലികാരെക്കൊള്ള ചെന്നിട്ട് അന്ന് വിരുന്നുകാരുണ്ട്, വീട്ടിൽ വിരുന്നുകാർ വന്നിരിക്കും, നമുക്ക് വേഗം നല്ലത് പാകം ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല തടിച്ചു കൊയ്ത്തതായിരിക്കുന്ന ഒരു പശുവിനെ അവർ അറുത്തുകൊണ്ട് കറബോയിലേഹിം വേവിച്ച് പാകാക്കി അവർക്ക് അടുപ്പിച്ചു കൊടുത്ത് കാലാ തേക്കുലൂൻ, മുമ്പ് കൊണ്ടുവച്ചോട് തിന്നണ്ടേ. അതിഥികൾ അങ്ങനെയല്ലേ, ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ഇത്രയും പ്രയാസപ്പെട്ട ഒരു പശുവിനെ കറുത്ത് റെഡിയാക്കി വേവിച്ച് മുമ്പ് കൊണ്ടുവച്ചു കൊടുത്തേക്കുമ്പോൾ ഓർക്ക് തിന്നാളെ യാതൊരു പരിപാടിയില്ല. മഹാനവറുകൾ ചോദിച്ചു, അലാ തേക്കുലു, നിങ്ങൾ തിന്നുന്നില്ലേ? അവർക്ക് തീറ്റ വേണ്ട, അവർക്ക് ക്ഷീണവും കാര്യമൊന്നുമില്ലല്ലോ, അവർക്ക് തീറ്റ വേണ്ട എന്നുള്ള വിവരം ബഹുമാനപ്പെട്ടവർ മനസ്സിലാകുന്നില്ല. അത് വന്നത് പ്രവാചകൻ, അത് വന്നത് മലക്കുകളാണെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ്. ഫൗജസ മിൻഹും ഖീഫതൻ, ഈ മലക്കുകളെ കുറിച്ച് ഒരു പേടി വന്നതാ, ഈ വന്ന അതിഥികളെ കുറിച്ച് ഒരു ഭയം. ഇവരിപ്പോൾ എൻ്റെ സൽക്കാരത്തിനൊന്നും തീരെ മെയിൻറ്റ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ഒരു ഭയം ഉണ്ട് എന്നുള്ള കാര്യം മലക്കുകൾക്ക് മനസ്സിലായപ്പോൾ കാലു, മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്
ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ട ഇബ്രാഹിം. വബശറഹു ബിഗുലാമിൻ അലീം, നല്ല വിവരസ്ഥനായിരിക്കുന്ന ഒരു സന്താനത്തെ കൊണ്ട് അവർ സന്തോഷം അറിയിക്കുകയും ചെയ്തു. അവിടെ സാറാ ബീവി ഇബ്രാഹിം നബി സന്താനങ്ങളില്ലാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാ വൃദ്ധയായിരിക്കണ്. ഇബ്രാഹിം നബിക്ക് 90 കഴിഞ്ഞ്, പിന്നെ അതുപോലെ സാറാ ബീവിക്കും അങ്ങനെ തന്നെ വൃദ്ധയായി കഴിഞ്ഞ് ഒരു സന്താനം ജനിക്കാനുള്ള സാധ്യതകളൊക്കെ അതൊക്കെ പിന്നെ അടഞ്ഞു പോയ സന്ദർഭത്തിലാണ് നല്ലൊരു സന്താനം, നല്ല വിവരസ്ഥനായിരിക്കുന്ന ഒരു സന്താനത്തിനെ കൊണ്ട് അവർ സന്തോഷം അറിയിച്ചു. വേറെ ആയത്ത് കാണാം, ഫലമ്മാ റഅ ഐദിയഹും ലാ തസിലു ഇലൈഹി നകിറഹും വഔജസ മിൻഹും ഖൈഫാ, അവർ കൈ ഭക്ഷണത്തിലേക്ക് നീളാതിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ എന്തായി അത് ഒരു പ്രയാസകരമായിട്ട് ഒരു അപരിചിതത്വം ഒരു പിന്നെ എന്തോ ഒരു മനപ്രയാസം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വൗജസമിന്നും ഖീഫത്തൻ, മാത്രമല്ല ഇതെന്തോ ഒരു അസാധാരണമായ ഒരു പെരുമാറ്റമാണല്ലോ അതിഥികളിൽ നിന്ന്. ഭയപ്പാട് മറച്ചു വെക്കുകയും ചെയ്ത് ഖാലു, മലക്കുകൾ പറഞ്ഞു, ലാ തഖഫ്, പേടിക്കേണ്ടല്ല, ഇന്നാ ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ലൂത്ത് നബിയുടെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാകുന്നു എന്നവർ തുറന്നു പറയുകയും ചെയ്തു. സൂറത്ത് ഹൂദിൽ നമുക്കിത് നോക്കിയാൽ കാണാം. മനസ്സിലായില്ലേ? അപ്പം എന്താണ്, അതാണ് ബഹുമാനപ്പെട്ട മുസന്നിവർ പറഞ്ഞത്, ലാ അഖില ലാ ശുർബ വലാ നൗമ ലഹും, മലക്കൾക്ക് തീറ്റയില്ല, കുടിയില്ല, ഉറക്കമില്ല. മനസ്സിലായില്ലേ? ആ പറഞ്ഞത് തിരിയാത്ത ആളുകളുണ്ടോ? വളരെ വ്യക്തமான കാര്യം അല്ലേ? ഓക്കെ. ഇനി എന്താണ് മലക്കുകൾക്ക് യാതൊരു മടിയുമില്ല, ക്ഷീണവുമില്ല. നമ്മൾ പറഞ്ഞല്ലോ, മലക്കുകൾക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണവുമില്ല, മടിയുമില്ല. കാരണം മനുഷ്യർക്കാണ് അതൊക്കെ എന്ത് ചെയ്യുക, സംഭവിക്കുക. ക്ഷീണം, മടിയൊക്കെ എന്ത് ചെയ്യും, മനുഷ്യനാണിത് ബാധിക്കുക. മലക്കുകളെ സംബന്ധിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നമേ ഇല്ല. നമ്മളിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിൽ 20-ാമത്തെ ആയത്ത് നമുക്ക് കാണാം, യുസബ്ബിഹൂന ലൈല വന്നഹാറ ലാ യഫ്തുറൂൻ, അവർ രാപകൽ ഭേദമന്യേ തസ്ബീഹിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവര്. മനസ്സിലായില്ലേ? എന്താണിത്? പിന്നെ തസ്ബീഹിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലാ യഫ്തുറൂൻ, അവർക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണവുമില്ല, അതിങ്ങനെ മുറിഞ്ഞു പോവില്ല. അതായത് അവർ അവർക്ക് ഒരു ബലഹീനത വരില്ല. എന്നാ വേറെ ആയത്ത് കാണാം, സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്ക് ഇങ്ങനെ ഓതാം, ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാരി വഹും ലാ യസ്അമൂൻ, റബ്ബിന്റെ അരികിൽ സ്ഥാനമുള്ള ആളുകള്, അതാ മലക്കുകള്. ഫല്ലദീന ഇൻദ റബ്ബിക, റബ്ബിന്റെ അരികിൽ സ്ഥാനമുള്ളതായിരിക്കുന്ന ഒരു വിഭാഗം. അല്ല റബ്ബിന്റെ ഇന്ദ റബ്ബിക്കാന്ന റബ്ബിന്റെ അടുക്കലുള്ളവർ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ പോയി കുത്തിരിക്കാന്നല്ല മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ അരികിൽ സ്ഥാനമുള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം. ഫല്ലദീന ഇൻദ റബ്ബിക യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാരി, രാപകൽ ഭേദമന്യേ അവന് വേണ്ടി അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. വഹും ലാ യസ്അമൂൻ, അവരൊരിക്കലും തന്നെ മടിയന്മാരാകുന്നില്ല. ഒരു മടി, ഒരു ക്ഷീണം, ഒരു തളർച്ച, ഒരു വൈമനസ്യം, ഇതൊന്നും അവർക്കുണ്ടാവില്ല, ബാധിക്കൂല. ഖുർആന്റെ പ്രഖ്യാപനമാണ്. മനസ്സിലായില്ലേ? അപ്പം മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാണ് മലക്കുകളുടെ വാസസ്ഥലം? അപ്പം മലക്കുകളുടെ വാസസ്ഥലം നമുക്കറിയാം. അതെവിടെയാണ് മലക്കുകളുടെ വാസസ്ഥലം? ആകാശ ലോകത്താകുന്നു മലക്കുകളുടെ വാസസ്ഥലം. മനസ്സിലായില്ലേ? സൂറത്ത് ശൂറായിൽ നമുക്ക് കാണാം, എന്ത്, തകാദു സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, ആകാശങ്ങൾ പൊട്ടിപ്പുളരാൻ എടുത്തിരിക്കുന്നു, മിൻ ഫൗഖിഹിന്ന, അവരുടെ മുകൾ ഭാഗത്തു നിന്ന്, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മലക്കുകൾ തന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, മലക്കുകളുടെ തസ്ബീഹാണിത്. കണ്ടോ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്, ഇപ്പോഴൊക്കെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അല്ലാഹു ആലം. എന്താ, ദർസിലൊക്കെ, പള്ളി ദർസിലുള്ളടത്തൊക്കെ തസ്ബീഹും കാണാം. സുബഹിന് സമയത്തും കാണാം, അതുപോലെ തന്നെ മഗ്രിബിന് സമയത്തും കാണാം. ഒരു കാമണിക്കൂർ മുന്നേ, അരമണിക്കൂർ മുന്നേ ഒക്കെ പിന്നെ ഇത് പള്ളികളിൽ നിന്ന് തസ്ബീഹുകൾ ഉയരുന്നു.
അത് മലക്കുകളുടെ ഒരു സമ്പ്രദായമാണ്. ശരിയല്ലേ? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവർ തസ്ബീഹും തഹ്മീദും ചൊല്ലുന്നുണ്ട്. അതാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. പിന്നെ അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? യുസബ്ബിഹൂന ലഹു ബില്ലൈലി വന്നഹാരി, രാപ്പകൽ ഭേദമന്യേ അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അല്ലാഹു തആലക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ മലക്കുകൾ ആകാശത്തിലാണ് എന്നുള്ള വിവരം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അവർ റബ്ബിന്റെ കൽപ്പനകൾ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ അവിടെ ഇറങ്ങി വരും. അവരുമായിട്ട് ബന്ധപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നവരാണ്. അതാ പറഞ്ഞത്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, നിങ്ങൾ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് കൊണ്ടല്ലാതെ, ഓ പ്രവാചകരെ, അവിടുത്തെ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് കൊണ്ടല്ലാതെ ഞങ്ങൾ ഇറങ്ങൂലാൻ. എന്താ സംഭവം എന്നറിയോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലേ പറയുണ്ടായി ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, അല്ല ജിബ്രീൽ, അല്ലാ തസൂറന അക്സറ മിമ്മാ തസൂറന, ഇപ്പോൾ ഇടക്കിടക്കൊക്കെ വരുന്നുണ്ട്, കുറച്ചും കൂടിയൊക്കെ കൂടുതലായിട്ട് ഞങ്ങളെക്കൊള്ളേ അവിടത്തേക്ക് ഒന്ന് സന്ദർശിച്ചുകൂടെ? ജിബ്രീലിനെ കാണാൻ ഭയങ്കര ജിബ്രീലിനെ കാണാൻ താല്പര്യം ഇടക്കിടക്ക് കാണാതിരിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയുന്നില്ല. അപ്പോൾ ഒരിക്കലും അതെൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു ജിബ്രീൽ അലൈഹി സ്വലാമിനോട്, കുറച്ചും കൂടിയൊക്കെ ഇടക്കിടക്ക് ഒന്നുകൂടി ഒന്ന് വന്നാലൊക്കെ വളരെ റാഹത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് മലക്ക് പറഞ്ഞത്, വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്, അവിടുത്തെ റബ്ബിന്റെ കൽപ്പനക്കനുസരിച്ചല്ലാതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല, ഞങ്ങൾ ഇറങ്ങൂല. മനസ്സിലായില്ലേ? അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സത്യപ്രവാചകനാണ് എന്നും പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ളതിനൊക്കെ തെളിവാണിത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, വഹിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, വഹി എന്ന് പറയുന്നത് റസൂലുള്ളാഹിന്റെ ഉള്ളിൽ നിന്ന് ഉടലെടുത്ത ചില ചിന്തകളല്ല, അതെന്താകുന്നു? അദൃശ്യ ലോകത്തു നിന്നുള്ള ഒരു ആത്മീയ ശക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നതായ അറിവുകളാകുന്നു വഹി എന്ന് പറയുന്നത്. റസൂലുള്ളാഹിന്റെ ഉള്ളിൽ നിന്ന് കുറേ കാലം ഇങ്ങനെ വചനമിരുന്ന് അല്ലെങ്കിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചുകൊണ്ട് നേടിയെടുത്തതായിരിക്കുന്ന ഒരു വിഷയമല്ല. വഹി എന്ന് പറഞ്ഞാൽ ഇക്തിസാബ്, അവനാൻ്റെ ശ്രമഫലമായിട്ട് ലഭിക്കുന്നതല്ല വഹി എന്ന് പറഞ്ഞാൽ. അത് അള്ളാഹുവിൻ്റെ ലദുന്നിയായിരിക്കുന്ന നിഅമത്താകുന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാനുള്ള താല്പര്യം കൂടുതലായി പ്രകടിപ്പിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്, മാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക്. ഓക്കെ, മാത്രമല്ല പിന്നെ ചില പ്രത്യേകമായിരിക്കുന്ന വിശേഷ ദിനങ്ങളിലൊക്കെ തന്നെ അവരുടെ ഇറക്കം വർദ്ധിക്കുകയും ചെയ്യും. ഏതുപോലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി, മനസ്സിലായില്ലേ? ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ മലക്കുകൾ കൂട്ടമായിട്ട് ജിബ്രീലിന്റെ നേതൃത്വത്തിൽ കൂട്ടമായിട്ട് ഇറങ്ങി വരുമെന്ന് സൂറത്തുൽ ഖദറിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മലക്കുകളുടെ എണ്ണം കൂടി നോക്കുക, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ മലക്കുകളുടെ എണ്ണം എത്ര എന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. ആർക്കല്ലാതെ? അള്ളാഹുവിനല്ലാതെ കണ്ട് മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാ. എന്താ ഖുർആൻ പറയുന്നത്? സൂറത്തുൽ മുദ്ദസ്സിറിൽ കാണാം, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, ഓ പ്രവാചകരെ, അവിടുത്തെ റബ്ബിന്റെ സൈന്യങ്ങളുണ്ടല്ലോ, ആ സൈന്യങ്ങളുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയൂല. അത്രമാത്രം. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, വളരെ വ്യക്തമായി പറയുന്നു. നമുക്ക് പക്ഷെ നമുക്കെന്ത് ചെയ്യാം? ഏകദേശം ഒരു ഊഹന നമുക്ക് നടത്താം. എന്ത്? മലക്കുകൾ എത്രമാത്രം ഉണ്ടാകുമെന്നുള്ളതിന് ഒരു ഊഹം നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോ എന്താ പറയുന്നത്? അവിടുത്തെ റബ്ബിന്റെ ജുനൂദ് എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ സൈന്യങ്ങൾ കേട്ടാ. അള്ളാന്റെ സൈന്യങ്ങളുണ്ട്, നമ്മൾ കാണാത്ത സൈന്യങ്ങളാ. അത് അള്ളാഹുവിന് മാത്രമേ ആ സൈന്യത്തെ കുറിച്ച് അറിയുകയുള്ളൂ. നോക്ക്, നമ്മളൊരു ഉദാഹരണം നോക്കുക. ഏകദേശം നമുക്കൊരു രൂപം കിട്ടാൻ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ സന്ദർഭത്തിന് ഫൈദാ ഹുവ യദ്ഖുലുഹു ഫീ കുല്ലി യൗമിൻ 70,000 മലക്ക് ലാ യഊദൂന ഇലൈഹി ആഖിറു മാ അലൈഹിം. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസാ, കേട്ടോളി, ശരിക്കും കേട്ടോളിയേ. ബൈത്തുൽ മാമൂറിനെ സംബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് 7ാം ആകാശത്തിലാണല്ലോ ബൈത്തുൽ മാമൂർ ഉള്ളത്, അല്ലേ? 7ാം ആകാശത്തിലാണ് ബൈത്തുൽ മാമൂർ. എന്താ ഈ ബൈത്തുൽ മാമൂറിന്റെ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈത്തുൽ മാമൂർ എന്ന് പറഞ്ഞാല് ഇന്ന് പരിശുദ്ധ കാബ ഷരീഫിന്റെ നേരെ മുകൾ ഭാഗത്തുള്ള മലക്കുകൾക്ക് തവാഫ് ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള, മലക്ക കൊണ്ട് ഹജ്ജ്
നമ്മൾ വരുന്നുണ്ട്, ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞെടുത്ത് വരുന്നുണ്ട്. മലക്കുകൾക്കുണ്ട് ഹജ്ജ്. പക്ഷേ അവർ ഹജ്ജിന് എവിടേക്കല്ല വരുന്നത്? നമ്മുടെ സൗദി അറേബ്യയിലേക്കല്ല പോലെ ഹജ്ജിന് വരുന്നത്. എവിടേക്കാണ്? ഇവിടെ ഉണ്ടാവട്ടോ, അത് വേറെ. ഹജ്ജിനായിട്ടുള്ള അവരുടെ പ്രത്യേകമായ സ്ഥലം ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന ഏയാൻ ആകാശത്തിലുള്ളതായിരിക്കുന്ന ഒരു കാബയുണ്ട്. അവിടെയാണ് മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഏയാൻ ആകാശത്തിലെ പ്രവാചകന്റെ പേര് ആർക്കെങ്കിലും പറയാൻ കഴിയും? നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഏയാൻ ആകാശത്തിൽ ബൈത്തുൽ മാമൂറിനോട് ചാരിയിരിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അതേതാണ് ആ പ്രവാചകൻ? ആരാണ് ആ പ്രവാചകൻ? അടിച്ചോളിയാക്കും, പ്രശ്നമാക്കണ്ട. അതെ, അവിടെ വന്നു കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആണ് ആ പ്രവാചകൻ. കാരണം എന്തുകൊണ്ട്? ഭൂമിയിൽ കാബ പുനർനിർമ്മാണം നടത്തുകയും അതില് തവാഫും കാര്യത്തിനൊക്കെ അവിടെ ശുദ്ധീകരിക്കുകയും ചെയ്ത പ്രവാചകനല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അള്ളാഹു തആല ആ പ്രവാചകന് തന്നെ ഏയാൻ ആകാശത്തിൽ ബൈത്തുൽ മാമൂറിനോട് ചാരി ഇരുന്നു കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടാളായിരിക്കുന്ന മഹാഭാഗ്യവും അള്ളാഹു നൽകി. കേട്ടോ, ഏയാൻ ആകാശത്തിൽ അള്ളാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പിന്നെ മിറാജ് പോയപ്പോൾ കണ്ടത് അങ്ങനല്ലേ? ചാരി ഇരിക്കുകയാണ്, ബൈത്തുൽ മാമൂറിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. കാരണം ഭൂമിയിലും കാബയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം ആകാശത്ത് പോയിട്ടും ബഹുമാനപ്പെട്ടവര് ബൈത്തുൽ മാമൂറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാവട്ടെ, ആ ബൈത്തുൽ മാമൂറിന്റെ വിഷയങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറയാണ്, ഫൈദാ ഹുവ യദ്ഖുലുഹു ഫീ കുല്ലി യൗമിൻ 70000 മലക്. 70,000 മലക്കുകൾ അതിൽ ഒരു ദിവസം കടക്കുന്നുണ്ട്. ഒരു ദിവസേ ആ ബൈത്തുൽ മാമൂറിലേക്ക് 70,000 മലക്കുകൾ കടന്നു ചെല്ലുന്നില്ല. അവർ ആരും തിരിച്ച് ആ കടന്നു വന്നവർ വീണ്ടും പുറത്തെത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നത് കാണുന്നില്ല. അപ്പൊ അതിങ്ങനെ കടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബൈത്തുൽ മാമൂറിന്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചു. മലക്കുകളുടെ ഏകദേശം മനസ്സിലായി. മലക്കുകൾ വല്ല കണക്കാക്കാൻ പറ്റുമോ? 70,000 മലക്കുകളെ 70,000 മക്കൾ ദിവസവും അതിൽ കടക്കുന്നുണ്ട്. അവർ തിരിച്ചു വരുന്നില്ല. ഓരോരുത്തരും പുതിയ പുതിയ മലക്കുകളാണ് വരുന്നത്. അപ്പോൾ എത്ര ഉണ്ടാവും ദിവസം? 70,000 കൂട്ടിക്കോളിങ്ങൾ. ദിവസം എത്ര കഴിഞ്ഞ് ഈ ആകാശഭൂമികൾ സൃഷ്ടിച്ചതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞ്? ആർക്കും കണക്കാക്കാൻ പറ്റുമോ? ആർക്കും കണക്കാക്കാൻ പറ്റൂല. അപ്പോൾ ഓരോ ദിവസവും 70,000 മലക്കുകളെ കടക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര വർഷങ്ങൾ, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. അപ്പോൾ മലക്കുകളുടെ എണ്ണം എത്ര ആയിരിക്കും? സുബ്ഹാനല്ലാഹ്. ഒന്നത്. പിന്നെ നമുക്ക് വേറൊരു ഉദാഹരണം കാണാം. പിന്നെ മലക്കുകളുടെ എണ്ണത്തെ കുറിച്ച് നമുക്ക് ചെറിയ രൂപം കിട്ടാൻ. എന്താ? നരകത്തെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭമുണ്ട്. എന്താ പറയുക? മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടുകൊണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതാ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാം മഅ കുല്ലി സിമാമിൻ 70000 മലക്. യുതാ ബി ജഹന്നമ യൗമഇദിൻ, അന്നേ ദിവസത്തിൽ നരകത്തെ കൊണ്ടുവരുന്നതാണ്. ലഹാ 70000 സിമാം, 70,000 കടിഞ്ഞാണിട്ടുകൊണ്ടാണ് നരകത്തെ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായിരിക്കും ആ സാധനം? ഇപ്പൊ വലിയൊരുനാളൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഇപ്പം ആളുകളൊക്കെ എന്താ നല്ല തടിച്ച നല്ല കൊയ്ത്ത മൂരിക്കുട്ടനെയും പോത്തൂട്ടനൊക്കെ ഉലുഹിയത്ത് ഇറക്കാൻ വേണ്ടി കൊണ്ടുവരില്ലേ? നല്ല ഉരുവാണെങ്കിൽ എന്താ ചെയ്യുക? നല്ല ഉരുവാണ്. എത്ര കടിഞ്ഞാനുണ്ടാവും? മൂക്കുകാരുണ്ടാവും. എത്ര മൂക്കുകാരുണ്ടാവും? നല്ല നല്ല ആരോഗ്യമുള്ളേ നല്ല കുത്തുള്ള സാധനമാണ് ഉണ്ടെങ്കിൽ 2 മൂക്കുകാർ അതിൻ്റെ 2 മൂക്കുകാർ അതിന്മേൽ കാണല്ലേ? ഒരാൾ അപ്പുറത്തേക്കും പിടിക്കും, ഒരാൾ ഇപ്പുറത്തേക്കും പിടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ അതുപോലെ അതിപ്പോൾ എന്താ, ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു പോത്തുംകുട്ടി അല്ലെങ്കിൽ മൂരിക്കുട്ടൻ്റെ കഥ ഇപ്പോൾ പറഞ്ഞത്. എന്നാലേ അതിനേക്കാളൊക്കെ എത്രയോ മോട്ടുള്ള സാധനമാണ് ആരെന്ന് പറഞ്ഞാൽ, വലൈക്കും അസ്സലാം, പിന്നെ ആര്? ജഹന്നം എന്ന് പറയുന്ന ഈ നരകത്തിന് എത്ര പിന്നെ കടിഞ്ഞാണിട്ടാ കൊണ്ടുവരുന്നത്? 70,000 കടിഞ്ഞാണിട്ട് പിടിച്ചിട്ടാ കൊണ്ടുവരുന്നത്. ആ ഓരോ കടിഞ്ഞാണിന് മുകളിലും 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. മനസ്സിലായില്ലേ? ഓരോ കടിഞ്ഞാണത്തെയും 70,000 മലക്കുകളാണ് പിടിക്കുന്നത്. നരകത്തെ കൊണ്ടുവരുന്നത് 70,000 മലക്കുകളാണ്. ഓരോ കടിഞ്ഞാണിന്റെയും ഓരോ കടിഞ്ഞാണത്തിനും 70,000 കടിഞ്ഞാണിന് ഓരോ കടിഞ്ഞാണിനും 70,000 മലക്കുകൾ. അപ്പൊ എത്രയായി? അപ്പം പിന്നെ 4,900 മില്യൺ
4900 മില്യൺ മലക്കുകളായിരിക്കുന്നതാണ് നരകത്തെ കൊണ്ടുവരുന്ന മലക്കുകൾ. കണക്കൂട്ടിയ കിട്ടണാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മില്യൺ 10 ലക്ഷം അല്ലേ? 1 മില്യൺ 10 ലക്ഷമാണ്. അങ്ങനെ അങ്ങോട്ട് കൂട്ടിക്കുകയാണെങ്കിൽ എത്ര കിട്ടുന്നറിയോ? 4900, അതായത് 5000-ഓളം. 5000 മില്യൺ എത്ര കോടി കിട്ടുന്നുള്ള നിങ്ങൾ കണക്കൂട്ടിക്കോളി. അപ്പോൾ അതാണ്. അപ്പോൾ ഒരു നരകത്തിനെ കൊണ്ടുവരുന്ന മലക്കുകളുടെ എണ്ണാണ് പറയുന്നത്. 4900 മില്യൺ മലക്കുകളായിരിക്കും ഖിയാമത്ത് നാളിൽ ജഹന്നമിനെ കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ടവര്. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് നോക്കാം മലക്കുകളെ കുറിച്ച് വന്ന മനുഷ്യന്മാർക്ക്. മനുഷ്യന്മാർ എത്ര ഉണ്ട്? ജനങ്ങൾ എത്ര കോടിയുണ്ട്? ഇന്ന് തന്നെ ഇപ്പൊ എത്ര കോടി മനുഷ്യന്മാരുണ്ട് ഇപ്പൊ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏകദേശം കണക്ക് അല്ലേ? ഒരു 600 കോടിയില്ലേ? ഇന്നത്തെ 600 കോടിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷേ അല്ലേ? നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് ഒരു 100-120 കോടിയോ അല്ലേ? ഇന്ത്യയിൽ തന്നെ ഇപ്പൊ എത്ര കണക്ക്? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിവരം എത്ര ആർക്കെങ്കിലും അറിയോ? ഇന്ത്യയിലെ ജനസംഖ്യ തന്നെ ഇപ്പോ 100-120 കോടിയില്ലേ ഉണ്ട്. അപ്പൊ ലോക ജനസംഖ്യ എത്രയാണ് ഇന്ന്? അതെ, ലോക ജനസംഖ്യ തന്നെ ഒരു 600 കോടിയിലേറെ വന്നിട്ടുണ്ടായിരിക്കും, യാതൊരു സംശയമില്ല. അപ്പോൾ ഈ ഓരോ മനുഷ്യർക്കും, ഈ 600 കോടി മനുഷ്യന്മാർക്ക് തന്നെ നോക്കിക്കോളി. അത് കഴിഞ്ഞിട്ടുള്ള വേറെ മറ്റുള്ളതൊക്കെ വേറെ. അല്ലാഹു തആല ഓരോരുത്തർക്കും ഇല്ലേ, ഓരോ മനുഷ്യനും 2 മലക്കുകൾ വെച്ച് കൊടുത്തിട്ടില്ലേ അല്ലേ? ആരാണത്? ഒന്ന് അവരുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ, നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ 2 മലക്കുകൾ ഏതായാലും, റഖീബ് അതീദ് എന്ന് പറയുന്ന 2 മലക്കുകൾ ഏതായാലും. പിന്നെ അവരെ സംരക്ഷിക്കാനായിട്ട്, അത് ഇതിൽ ജാതി മതമൊന്നുമില്ല. വയർസല അലൈക്കും ഹഫളത്തൻ, അല്ലാഹു തആല മനുഷ്യനെ സംരക്ഷിക്കാനായിട്ട് മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമൊന്നല്ല, അള്ളാഹുവിന് ഭയപ്പെട്ടു വരുന്നവർക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇങ്ങനെ അതെ കവിഞ്ഞു. ഇന്ത്യയിൽ തന്നെ 120 കോടി കവിഞ്ഞു. അപ്പൊ ലോകത്തുള്ള ഈ 600 ചില്ലാനും കോടി ആളുകൾക്കും ചുരുങ്ങിയത് ഓരോ മലക്കുകൾ കൂട്ടാണെങ്കിൽ, ഈ 2 മലക്ക് കൂട്ടാണെങ്കിൽ തന്നെ എത്ര കോടി മലക്കുകളായി? 1200 കോടിയിലേറെ വന്നില്ലേ? 1200 കോടിയിലേറെ വന്ന്. പിന്നെ അവരെ സംരക്ഷിക്കാനുള്ള ഹഫലത്ത് എന്ന് പറയുന്ന മലക്കുകൾ വേറെ. അവർ അമലുകളൊക്കെ എഴുതി വെക്കുന്നതിന് പുറമെയുള്ള ഹഫലത്ത് എന്ന് പറയുന്ന മലക്കുകൾ വേറെ. ഇങ്ങനെ പിന്നെ മനുഷ്യനെ ഹിദായത്തിലേക്കാക്കാനും അവനെ നേർവഴി കാണിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട 2 മലക്കുകളുണ്ട് അല്ലേ? കരീനില്ലേ? എങ്ങനെ കരീന്? മനുഷ്യനെ നല്ലത് കൽപ്പിക്കുന്ന ഒരു മലക്കുണ്ടാവും, അതുപോലെ തന്നെ ചീത്തയിലേക്ക് ക്ഷണിക്കുന്ന കരീനുണ്ടാകും. ഇങ്ങനെ ഒരു മനുഷ്യനിൽ മാത്രം ഉള്ള മലക്കുകളെ കുറിച്ച് നോക്കുമ്പോൾ ചുരുങ്ങിയത് ഒരുപാട് മലക്കുകൾ ഉണ്ടാവാം. അങ്ങനെ ഇപ്പോൾ നിലവിലുള്ള 600 കോടി കഴിഞ്ഞു നോക്കും. അപ്പൊ അങ്ങനെ വേറെ പിന്നെ ഉദ്യോഗങ്ങളുമായും അതുപോലെ ഡ്യൂട്ടികളുമായിട്ട് നിയോഗിതരായ മലക്കുകൾ വേറെയും. അപ്പൊ അതിന് ഒരു കണക്കുമില്ല. അതാ അള്ളാഹു പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്. റബ്ബേ, ഓ പ്രവാചകരെ, അവിടുത്തെ റബ്ബിന്റെ സൈന്യങ്ങളെ അള്ളാഹുവിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ്, മനസ്സിലായില്ലേ? ഇനിയിപ്പോ എന്താ നമുക്ക്, അപ്പോൾ അതാ പറഞ്ഞ, ഇനിയിപ്പോ പിന്നെ മലക്കുകളെ കുറിച്ച് കൊണ്ട് എന്താണ് നമുക്ക് 10 മലക്കുകളുടെ വിശദീകരണം നമുക്ക് അറിയേണ്ടതുണ്ടല്ലോ. ഏതാണത്? തഫ്സീലു അശ്രിം മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു. തഫ്സീലു അശ്രിം മിൻഹുമു, ഈ മലക്കുകളിൽ നിന്ന് 10 മലക്കുകളുടെ വിശദാംശങ്ങൾ അറിയുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. വിശദീകരണം ഏതുപോലെയാണ്? അവരിന്ന് ജിബ്രീലു അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്റാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം. ഇതൊക്കെ ഈ ഓരോ മലക്കുകളുടെ ഡ്യൂട്ടി നമുക്കൊക്കെ അറിയാം അല്ലേ? അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ജിബ്രീലിന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? പ്രവാചകന്മാർക്ക് വഹി എത്തിച്ചു കൊടുക്കുക പോലെയുള്ള ഡ്യൂട്ടികളുണ്ട്. അത് മാത്രമല്ല വേറെയും ഡ്യൂട്ടികളൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിനുണ്ട്. മീകായിൽ അലൈഹിസ്സലാമിന് ഇടി, മഴ, കാറ്റ് തുടങ്ങിയതായിരിക്കുന്ന പ്രകൃതി
മായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളാണ് മീകാൽ അലൈഹി ഇസ്ലാമിനുള്ളത്. അതുപോലെ തന്നെ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനുള്ളത് സൂർ എന്ന ഗാഹളത്തിൽ ഓതുന്ന ആ ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആർക്ക്? ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിന്. അപ്പോൾ പിന്നെ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം, ഹലോ കേൾക്കുന്നില്ലേ? ഒരു ഫോൺ വന്നതായിരുന്നു, അതുകൊണ്ടും അതാണ് മൈക്ക് വെച്ചത്. അപ്പോൾ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഡ്യൂട്ടി എന്താ നമുക്കറിയാം. സൂർ എന്ന ഗാഹളത്തിൽ ഊതുക എന്നുള്ളതാണ്. അല്ലെ, ഒരു ഹദീസ് നമുക്ക് കാണാം. എന്ത്? ഒരിക്കലും ആ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാം പുഞ്ചിരിച്ചിട്ടില്ല എന്നുള്ള അള്ളാഹിൻ്റെ റസൂലിനോട് പോലും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ഇസ്രാഫിലിനെ കണ്ടിട്ട് പോലും ഇസ്രാഫിൽ എന്തില്ല ഒന്ന് പുഞ്ചിരിച്ചിട്ടില്ല എന്നാ. അതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞതെന്താ? ഇന്നേ വരേക്കും ഒരു മനുഷ്യനോടും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, പുഞ്ചിരിച്ചിട്ടില്ല. അപ്പം അതിന് കാരണം എന്താണ്? ആരോടെങ്കിലും പുഞ്ചിരിക്കുമായിരുന്നെങ്കിൽ ആരോട് ചിരിക്കേണ്ടിയിരുന്നു? ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ചിരിക്കേണ്ടിയിരുന്നു. ആ കൽപ്പന പോലെ എങ്ങനെ തന്നെ ആ ഗൗരവം, വിഷയത്തിൻ്റെ ഗൗരവമെന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ കണ്ടില്ലേ ഈ അതിർത്തിയിലൊക്കെ നിൽക്കുന്ന ഈ അതിർത്തി സൈനികോദ്യോഗസ്ഥന്മാരെ കണ്ടില്ല നിങ്ങൾ? നേരെ വൈകുന്നേരമായി കാണിച്ചാൽ രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആനച്ചോടൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഭയങ്കര ഗൗരവത്തിൽ അതിർത്തി അടക്കുന്നത് കണ്ടില്ല നിങ്ങൾ? എന്തെങ്കിലും ഒരു ഓല മുഖത്ത് നോക്കുകയാണെങ്കിൽ ഒരു അലിവുണ്ടാവില്ല, ഒരു ദയ ഉണ്ടാവില്ല, ഭയങ്കര ഗൗരവത്തിലാണ്. മനസ്സിലായില്ലേ? അത് ഓരോ ഡ്യൂട്ടിൻ്റെ സ്വഭാവമാണത്. അപ്പം അതുപോലെ ഓരോ മലക്കുകൾക്കും അവരുടേതായ ഡ്യൂട്ടി, അതിന് അനുസരിച്ചിട്ടുള്ളതായ സ്വഭാവ ഗുണങ്ങളും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ മുങ്കറിനെ കീറും വാറഖീബും വാകദ അതീദു മാലിക്കും വരിൾവാനു ഹതദാ. നോക്കാം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ ഖുർആൻ എന്താ പറഞ്ഞു നോക്കുക. ഖുൽ മൻ കാന അദുവൻ ലിജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവൻ ലിൽ കാഫിരീൻ. അതാ, ആരെങ്കിലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വഹികളെല്ലാം തന്നെ അവിടെ പ്രവാചകരെ അവിടുത്തെ ഹൃദയത്തിലേക്ക് ഇറക്കി തരികയാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല. ആരെങ്കിലും അള്ളാഹുവിനോട് ശത്രുത കാണിച്ചാൽ, അള്ളാഹുവിന്റെ ശത്രു ആയിത്തീർന്നാൽ, അവന്റെ മലക്കുകളോട് ശത്രുവായി തീർന്നാൽ, വറുസുലിഹി അവന്റെ പ്രവാചകന്മാരോട് ശത്രുത കാണിച്ചാൽ, പ്രത്യേകിച്ച് മലക്കുകൾ എന്ന് പറഞ്ഞിടത്ത് പ്രത്യേകിച്ച് രണ്ട് മലക്കുകളുടെ പേര് പറയുന്നു, ജിബ്രീൽ വ മീകാല. ജിബ്രീൽ അലൈഹി സ്വലാമിനോടും മീകായിൽ അലൈഹി സ്വലാമിനോടൊക്കെ ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാഫിറുകളുള്ള അള്ളാഹു അവരുടെ ശത്രുവാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവിനോട് കാണിക്കുന്ന പെരുമാറ്റമായിരിക്കും അള്ളാഹു തആല അവരോട് കാണിക്കുക എന്നുള്ളത് അർത്ഥം. അപ്പോൾ എന്താ ഇവിടെ ഇത് ഈ ആയത്തിൽ പ്രത്യേകമായി പരാമർശിച്ച പേരാണ്. മലക്കുകളെ പൊതുവിൽ പരാമർശിച്ചതിന് ശേഷം പ്രത്യേകമായ രണ്ട് മലക്കുകളെ, ജിബ്രീലിനെയും മീകാൽ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിച്ചു. വേറെ ഒരുപാട് ആയത്തുകളുണ്ട്. മനസ്സിലായി? നസല ബിഹി റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം ഫഅർസൽനാ ഇലൈഹാ റൂഹന. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല ആയത്തുകളും മലക്കുകളെ കുറിച്ച് ജിബ്രീൽ ഇസ്ലാമിനെ മീകാൽ ഇസ്ലാമിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമാണ്. തഫ്സീലു അശ്രിം മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റായീലു മുൻകറുൻ നകീറുൻ വറഖീബുൻ വകദ. ഉണ്ടോ ഇസ്രാഫിൽ അലൈഹിസ്സലാം. എന്താ ഇസ്രാഫിൽ ഇസ്ലാമിന്റെ പണി നമ്മൾ പറഞ്ഞത്? സൂർ എന്ന കാഹളത്തിൽ ഊതുക. അള്ളാഹുവിൻ്റെ റസൂലേ രാത്രിയിൽ നിന്ന് ഉറക്കത്തുനിന്ന് ഉണർന്നാൽ അവിടുന്ന് ദുആ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്? അവിടുത്തെ ദുആയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് മലക്കുകളെ പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദുആ ചെയ്യുന്നുള്ളതാ. എങ്ങനെ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാല, അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകായില വഇസ്രാഫീല അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമുഖ്തലിഫ ഫീഹി മിനൽ ഹഖ്ഖി ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അല്ലാഹുവിൻ്റെ റസൂൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ചെയ്യുന്ന ദുആ ആണിത്. ഈ ദുആയിൽ ആരെ
പരാമർശിച്ച് പ്രത്യേകമായിട്ട് 3 മലക്കുകളാണ് പിന്നെ പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കുന്നത്. ഒന്നാമത് റബ്ബ് ജിബ്രീല, അല്ലാഹുമ്മ പടച്ചവനെ റബ്ബ് ജിബ്രീല, ജിബ്രീലിന്റെ റബ്ബായ അല്ലാഹുവേ, വ മീകായില, മീകായിലിന്റെയും റബ്ബായ അല്ലാഹുവേ, വ ഇസ്രാഫീല, ഇസ്രാഫീലിന്റെയും അല്ലാഹുവായ റബ്ബായ അല്ലാഹുവേ, അൻത തഹക്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീ യഖ്തലിഫൂൻ, അടിമകൾ അഭിപ്രായ ഭിന്നതയായ കാര്യത്തിലെല്ലാം നീയാണ് വിധി കൽപ്പിക്കുന്നവൻ, അതിന് സത്യാസത്യങ്ങളെ വേർതിരിച്ചുകൊണ്ട് വിധി കൽപ്പിക്കുന്നവൻ നീയാകുന്നു. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കുന്ന കാര്യത്തിന്റെ സത്യാവസ്ഥയിലേക്ക് എന്നെ ഹിദായത്തിലാക്കണേ, അതിൽ ഏതാണോ ഹക്ക് ആ ഹക്കിലേക്ക് എന്നെ ഹിദായത്തിലാക്കണമേ. ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ നീ സന്മാർഗത്തിലേക്ക് വഴി നടത്തുന്നവനാണല്ലോ റബ്ബേ, അതുകൊണ്ട് ഹക്കിലേക്ക് എന്നെ നയിക്കണമേ എന്നുള്ളത് ആ ദുആ ഉൾക്കുന്ന ദുആയിൽ പ്രത്യേകമായിട്ട് ഈ 3 മലക്കുകളെ പറയാറുണ്ടായിരുന്നതാണ്. നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്താ പണി? എല്ലാവരും മനുഷ്യന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവർക്കെല്ലാവർക്കും അല്ലേ? മനുഷ്യൻ ആത്മാവുമായിട്ട്, അതായത് ഹയാത്ത്, ആത്മാവെന്നല്ല ഹയാത്തുമായിട്ട് ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന് എങ്ങനെയാണ് ആ ബന്ധം വരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ ആത്മീയമായിരിക്കുന്ന വളർച്ചക്ക് അല്ലേ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹികളും മറ്റുള്ളതായിരിക്കും ദീനി കാര്യങ്ങളെല്ലാം ഇറക്കിക്കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ആത്മീയമായ ഉയർച്ചക്ക്, ആത്മീയമായിരിക്കുന്ന ഹയാത്തിന് വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. മീകായിൽ അലൈഹിസ്സലാമോ? മീകായിൽ അലൈഹിസ്സലാം എന്താ മായ വർഷിപ്പിക്കലല്ലേ അല്ലേ? മായ വർഷിച്ചെങ്കിലല്ലേ പുൽപുഷ്പങ്ങൾ മുളക്കുകയും മനുഷ്യന് ഇവിടെ ജീവുണ്ടാവുള്ളൂ. ജീവൻ നിലനിൽക്കണമെങ്കിൽ വെള്ളം വേണ്ടേ? അപ്പോൾ ഏത് വേണം? പിന്നെ വെള്ളം വേണം. ആ വെള്ളത്തിന് കൊണ്ട് പിന്നെ നിയമിക്കപ്പെട്ട വ്യക്തിയാകുന്നു ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ആണെങ്കിലോ, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നു? സൂർ എന്ന കാഹളത്തിൽ ഊതുന്നു. രണ്ടാമത് ഊതുമ്പോൾ മരിച്ചുപോയവരൊക്കെ വീണ്ടും ഹയാത്താകുന്നില്ലേ? അപ്പോൾ ഈ മൂന്ന് മലക്കുകളുടെയും ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഹയാത്തുമായിട്ട്, മനുഷ്യന്റെ ഹയാത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായ ഡ്യൂട്ടികളിലാണ് ഇവരെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ മലക്കുകൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു ഇതുണ്ട്. അതാണ് ഈ പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാറുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി മലക്കുകളെ കുറിച്ചുള്ള വിവരങ്ങളും ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അല്പം കൂടി സമയം അനുവദിച്ചതിലൂടെ പിന്നെ അള്ളാഹു ഉസ്താദ് അവറുകൾക്ക് ഖൈറും ബർക്കത്തും ധാരാളം അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ ക്ലാസ്സുകൾ എല്ലാ ആളുകളുടെയും ദുആയിലൊക്കെ ഈ സാധുവിനെയും കുടുംബത്തെയും എല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുകൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ഇന്നലെ നമ്മുടെ റേഡിയോ ശ്രോതാവായ തിരുവനന്തപുരത്തുള്ള ഒരു അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചില കണ്ണിന് ചില വിഷമങ്ങൾ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സുഖമാകാനും ഈ അദ്ദേഹം നിയത്ത് ചെയ്തതായിരിക്കുന്ന ഹജ്ജിന് യാതൊരു തടസ്സമില്ലാതെ നിർവഹിക്കാനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും ദുആയിലൊന്നുകൊണ്ടാണ് ഉസ്താദുമാരുടെ ദുആയിലൊക്കെ ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. ഇന്നലെ എന്നോട് ഹദ്ദാദിൻ്റെ സമയത്ത് പറയാൻ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആ സമയത്ത് പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ദുആയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ഉണ്ടാവണമെന്ന് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ റാഹത്തായി മഖ്ബൂലും മബ്രൂറുമായിരിക്കുന്ന ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള മഹാഭാഗ്യം അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നൊക്കെ പോകുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ റേഡിയോ പ്രേക്ഷകൻ ഹാരിസ് മക്ക എന്നിവരുടെ ഭാര്യയുടെ വലിയുമ്മ ഇപ്പോൾ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മെയ്തിസ്കരിക്കാനും ദുആ ചെയ്യാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരിയുടെ എല്ലാ ചെറുതും വലുതുമായിരിക്കുന്ന ദോഷങ്ങൾ റബ്ബേ നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം അല്ലാഹുവേ. അവരെയും ഞങ്ങളെയൊക്കെ ഖബറിലെത്തിക്കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ നീ റാഹത്തിലും സമാധാനത്തിലും ആക്കിത്തരണമേ. പടച്ചവനെ ഞങ്ങളിൽ മരിച്ചു പോകാതിരിക്കുന്ന അതുപോലെ ഒരുപാട് ആളുകളുണ്ട്, ഞങ്ങളുടെ വല്യമ്മമാരായിട്ടും ഞങ്ങളുടെ മാതാപിതാക്കളായിട്ടും ഭാര്യ സന്താനങ്ങളായിട്ടും അതുപോലെ ഞങ്ങളുടെ അമ്മോശൻ അമ്മായി തുടങ്ങിയ ഉസ്താദന്മാർ, ബന്ധപ്പെട്ടവർ, സഹായിച്ചവർ, അതുപോലെ ഞങ്ങളോട് സഹകരിച്ചവർ, പല ആളുകളും ഞങ്ങളുടെ നേതാക്കന്മാർ, സാദാത്തുക്കൾ തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിലാണ് റബ്ബേ. അവരുടെ ഖബറെല്ലാം നീ സന്തോഷം കൊണ്ട് നിറക്കണമേ. പരിശുദ്ധ ഖുർആൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ, നീ വെളിച്ചമാക്കണേ റഹ്മാനെ. എന്ത് ദോഷങ്ങളെ കൊണ്ട് അവർ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിലും ഈ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട്, ഇൽമിൻ്റെ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ നിമിഷം മുതൽ അതെല്ലാം എടുത്തു കളഞ്ഞുകൊണ്ട് അവർക്ക് നീ സന്തോഷവും റാഹത്തും സമാധാനവും പ്രദാനം ചെയ്യണേ
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم ربنا زدنا علما وحلما وفهما وأدبا وعقلا وحفظا تاما ربنا تمم بالخير والسعادة إنك على كل شيء قدير آمين برحمتك يا أرحم الراحمين وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته